എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകൾക്ക് 2025 അവസാനത്തോടെ അല്ലെങ്കിൽ 2026 ആദ്യത്തോടെ തന്നെ വില വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ് ചുമതലയുള്ള മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾക്ക് ഒരു അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. ഒരിക്കലും ഒരു നിർദ്ദേശമല്ല, വാഹന നിർമ്മാതാക്കളോട് ഒരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. സമീപഭാവിയിൽ തന്നെ നിങ്ങൾ നിർമ്മിക്കുന്ന വാഹനങ്ങൾ BS7 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നിർമ്മിക്കാൻ, അല്ലെങ്കിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഉടനെ ആരംഭിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ യൂറോ 7 സ്റ്റാൻഡേർഡിലേക്ക് കടക്കാൻ പോകുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിർമ്മാതാക്കൾ BS7 ഭാരത് സ്റ്റേജ് 7 എമിഷൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വേണം ഇനി മുതൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ അത് കാര്യം പരിഗണിച്ചു തുടങ്ങണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് BS സ്റ്റാൻഡേർഡ്സ്, എമിഷൻ നോംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതല്ല, ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. മറ്റൊന്നുമല്ല, BS6 വന്നപ്പോൾ തന്നെ ഒരുപാട് എമിഷൻ നോംസ് മാത്രമല്ല, മലിനീകരണ തോത് മാത്രമല്ല, മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വാഹനങ്ങളിൽ വേണം. അങ്ങനെ വന്ന ഒരു സാധനമാണ് റിവേഴ്സ് സെൻസർ നിർബന്ധമായിട്ട് വേണം, റിവേഴ്സ് ലൈറ്റ് ഒരെണ്ണമായി കുറഞ്ഞു. ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ സ്റ്റേജുകൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിർമ്മാതാക്കൾ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി ചെയ്തു വരുന്നുണ്ട്. BS7 മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിരച്ചുകൊണ്ടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പുതിയ ഒരു സ്റ്റാൻഡേർഡ് വരുമ്പോൾ മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടി നിർമ്മാതാക്കൾ വലിയൊരു നിക്ഷേപം തന്നെ നടത്തേണ്ടി വരും. അവരുടെ ഫാക്ടറികളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വേണം. ഡീസൽ വാഹനങ്ങളുടെ ഭാവി എന്താവുമെന്ന് കണ്ടറിയണം. എല്ലാവരും ചിന്തിക്കും EV പൊല്യൂഷൻ ഇല്ലല്ലോ എന്നുള്ള കാര്യം. EVക്കും BS7 കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. ബാറ്ററിയുടെ ലൈഫ് ടൈമിനെ സംബന്ധിച്ചും അതുവഴി ഉണ്ടാവുന്ന മലിനീകരണം ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ബാറ്ററി വാഹനത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ബാറ്ററി ഇരിക്കുമ്പോൾ പോലും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളിലും എല്ലാം തന്നെ ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യത്തിലേക്ക് നിർമ്മാതാക്കൾ കടക്കുന്നു. ചില നിർമ്മാതാക്കളെങ്കിലും BS7 ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം വരാൻ പോകുന്ന കാര്യമല്ലേ, എന്തിനാണ് ഇപ്പോൾ തലപുകയെന്ന് എന്നാലോചിക്കാൻ വരട്ടെ. BS6 ആണ് നിലവിലുള്ള മാനദണ്ഡം. ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2020 ഏപ്രിൽ 1 മുതലാണ്. പക്ഷേ 2019 തന്നെ വാഹന നിർമ്മാതാക്കൾ BS6 വാഹനങ്ങൾ നിരത്തിലിറക്കി തുടങ്ങിയിരുന്നു. ഇതുപോലെ ഏകദേശം 2026 ഏപ്രിൽ 1 മുതലെങ്കിലും BS7 നിർബന്ധമാക്കുകയാണെങ്കിൽ 2025 അവസാന പാദത്തിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ BS7 മാനദണ്ഡം അനുസരിച്ച് തന്നെയായിരിക്കും നിർമ്മാതാക്കൾ നിർമ്മിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷം പകുതിക്ക് ശേഷം അല്ലെങ്കിൽ ഓണക്കാലത്ത് തന്നെ BS7 വാഹനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വിലയിൽ നല്ലൊരു മാറ്റം വരും. ചെറിയൊരു കണക്ക് നമുക്ക് പരിശോധിക്കാം. നിലവിലുള്ള വാഹനത്തിന്റെ മുകളിൽ BS7 വരുമ്പോൾ 50,000 രൂപ എക്സ്-ഷോറൂം പ്രൈസിൽ വർധനവ് വരികയാണെങ്കിൽ നിങ്ങളെ ബാധിക്കുന്നത് ഏകദേശം 1 ലക്ഷം രൂപയുടെ വർധനവായിരിക്കും. ഒട്ടുമിക്ക പേരും ലോൺ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വാഹനം നിരത്തിൽ ഇറക്കുന്നത്. EMI കൂടും, GST അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ടാക്സ് മുതലായ കാര്യങ്ങളിൽ മാറ്റം വരും. ഇതെല്ലാം ചേർത്ത് നിങ്ങളെ ബാധിക്കാൻ പോകുന്നത് 1 ലക്ഷം രൂപയുടെ വർധനവായിരിക്കാം. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പുതിയൊരു വാഹനം വാങ്ങണമോ എന്നുള്ള ആലോചന നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ കൊണ്ട് പുതിയ വാഹനം സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ BS7 മാനദണ്ഡം അനുസരിച്ച് വില കൂടിയ വാഹനം സ്വന്തമാക്കേണ്ടി വരും. സംഭവം നല്ലതാണ്, മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ആധുനിക സംവിധാനങ്ങളുള്ള വാഹനം നമുക്ക് വാങ്ങാം. നമുക്കത് താങ്ങുമെങ്കിൽ ഓക്കെ. ഇല്ല, ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നല്ലോണം ആലോചിക്കുക, 1 ലക്ഷം രൂപ ഞാൻ കൂടുതൽ മുടക്കണോ അതോ ആ വില വർധനവിന് മുന്നേ ഞാൻ ഒരു പുതിയ വാഹനം എടുക്കണോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. 7 ലക്ഷത്തോളം വാഹനങ്ങൾ ഇന്ത്യൻ നിർമ്മാതാക്കളുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്നു, വാങ്ങാൻ ആളില്ലാതെ കണ്ട്. നല്ലൊരു വിലക്കുറവിൽ വാങ്ങാനുള്ള ഒരു അവസരമാണ്. ഒരിക്കലും ആ വാഹനം വാങ്ങാനല്ല ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് 2025 നിർമ്മിക്കുന്ന വാഹനങ്ങൾ സ്വന്തമാക്കാം. 2025 പകുതി വരെ എന്തായാലും നിലവിലുള്ള വിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം. BS7 വരുമ്പോഴാണ് വില വർധനവ് ഉണ്ടാവുക. ഇനി ഈ 2024 കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇയർ ബാക്ക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ടേക്കാം എന്നതിനെ പറ്റി ഈ 2 വീഡിയോന്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണുക. എന്തായാലും ഒരു കാര്യം മാത്രം നമുക്കിപ്പോൾ പറയാം, BS7 സമീപഭാവിയിൽ തന്നെ ഇന്ത്യയിൽ നടപ്പിലാകും. വാഹനങ്ങളുടെ വില വർദ്ധിക്കും. സാധാരണക്കാരനെ നല്ല രീതിയിൽ ഇത് ബാധിക്കും. അതിനു മുന്നേ പുതിയൊരു വാഹനമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ
ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഈ വീഡിയോ കണ്ട ആ നിമിഷം മുതൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുന്നില്ല, ചിന്തിച്ചു തുടങ്ങുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.